ഇന്ന ഡേറ്റിനാണ് പീരീഡ്സ് ആയത് ഈ പ്രാവശ്യം, അപ്പൊ എന്റെ ഓവുലേഷൻ ഡേറ്റ് എന്നാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇത് നമ്മുടെ ഇൻബോക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് റാൻഡം ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണോ അല്ലയോ എന്നുള്ളത് അറിയണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവാം, അല്ലെങ്കിൽ എല്ലാ മാസവും 21 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവാം. ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പിലാണ് എല്ലാ മാസവും പീരീഡ്സ് ആവുന്നതെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, അധികം ആൾക്കാരും ഓവുലേഷൻ ഡേറ്റ് കണക്കാക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പീരീഡ്സ് ആയി ആ ദിവസം മുതൽ എണ്ണിക്കഴിഞ്ഞാൽ 14ാമത്തെ ദിവസമായിരിക്കും എനിക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നാണ്. ഇത് നിങ്ങളുടെ പീരീഡ്സ് കറക്റ്റ് 28 ദിവസം കൂടുമ്പോഴുള്ള ഒരു റെഗുലർ സൈക്കിൾ ആണെങ്കിലാണ് ഇങ്ങനെ 14ാമത്തെ ദിവസം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത്. എല്ലാ ആൾക്കാരിലും ഇങ്ങനെ 14ാമത്തെ ദിവസം ആയിരിക്കില്ല ഓവുലേഷൻ നടക്കുന്നത്. അപ്പൊ പല ആപ്പുകൾ യൂസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ചില ആൾക്കാർ പറയും എനിക്ക് പീരീഡ്സ് ആയി 2 ദിവസം ആയപ്പോൾ സ്റ്റോപ്പായി, അപ്പൊ എപ്പോഴായിരിക്കും ഓവുലേഷൻ? അപ്പൊ നിങ്ങളുടെ പീരീഡ് ഫ്ലോ അത് 2 ദിവസമാണെങ്കിലും 7 ദിവസമാണെങ്കിലും അതും നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കഴിഞ്ഞ ഒരു 6 മാസത്തെ ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണോ ആവുന്നത് നോക്കുക. അങ്ങനെ റെഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം അടുത്തതായിട്ട് പീരീഡ്സ് ആവാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ ഡേറ്റിന്റെ ഏകദേശം 14 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത്.